ലോക പൈതൃക പട്ടികയിലുള്ളതും സിഖ് മതത്തിന്റെ ആധ്യാത്മിക തലസ്ഥാനവുമായ സുവർണക്ഷേത്രം തകർക്കാൻ പാകിസ്ഥാൻ ഡ്രോണും റോക്കറ്റും അയച്ചു എന്ന വിവരങ്ങൾ പുറത്ത്. സുവർണക്ഷേത്രത്തെ പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിച്ച ഇന്ത്യയുടെ ഷാർപ്പ് വ്യോമ പ്രതിരോധ ഗണ്ണർമാരെ മേജർ ജനറൽ ശേഷാദ്രി അഭിനന്ദിച്ചു. എങ്ങനെയാണിത് നടപ്പാക്കിയത് എന്നും പ്രദർശിപ്പിച്ചു. ഏതൊരു ഇന്ത്യക്കാരനും നമ്മുടെ ധീര സൈനികരെയും സംവിധാനത്തെയും കുറിച്ച് കൂടുതൽ അഭിമാനം തരുന്ന, കൂടുതൽ ആത്മവിശ്വാസം തരുന്ന വിവരങ്ങളാണിത്. പഞ്ചാബിലെ അമൃതസർ നഗരത്തെ ലക്ഷ്യമാക്കിയും നിരവധി ഡ്രോണുകൾ എത്തി. എന്നാൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിരോധ കരുത്തിലും അതിന്റെ തണലിലും പഞ്ചാബിലെ വിവിധ നഗരങ്ങൾ മാത്രമല്ല, സ്വർണ്ണത്തിളക്കത്തിലെ സുവർണക്ഷേത്രവും സംരക്ഷിക്കപ്പെട്ടു. പാകിസ്ഥാൻ പഞ്ചാബിലെ വിവിധ ലക്ഷ്യങ്ങൾ ഉന്നം വെച്ചു എങ്കിൽ ലക്ഷ്യത്തിനടുത്ത പാക് ആക്രമണത്തിന്റെ നിഴൽ പോലും പതിപ്പിക്കാൻ ഇന്ത്യയുടെ കരുത്തുറ്റ വ്യോമ പ്രതിരോധ സംവിധാനം അനുവദിച്ചില്ല. ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിലെ നിരവധി നഗരങ്ങളെ സായുധ സേന സംരക്ഷിച്ചു. ഡ്രോൺ ആക്രമണങ്ങളും മറ്റു തരത്തിലുള്ള വ്യോമാക്രമണങ്ങളും സിവിൽ സ്ഥാപനങ്ങളിൽ നാശം വിതയ്ക്കുന്നതിനു മുൻപ് തടഞ്ഞു നശിപ്പിക്കപ്പെട്ടു. ഇതിലാണ് ഇപ്പോൾ സുവർണക്ഷേത്രം ലക്ഷ്യമാക്കി വന്ന നിരവധി ഡ്രോണുകൾ വെളിപ്പെടുന്നത്. നശിപ്പിക്കപ്പെട്ട ഡ്രോണുകളുടെ ആകാശപാത നിർണ്ണയിക്കുന്നത് സിഖ് സുവർണക്ഷേത്രമായിരുന്നു. ഇത്തരത്തിൽ ആരാധനാലയം തകർത്ത് ഇന്ത്യക്ക് അശാന്തി പരത്താനും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു. പാകിസ്ഥാന്റെ ദുഷ്കരമായ ആക്രമണങ്ങളെ ചെറുക്കുന്നതിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിർണായക പങ്ക് വഹിച്ചു. ആകാശ് മിസൈൽ സംവിധാനം, L-70 എയർ ഡിഫൻസ് ഗൺസ് എന്നിവ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അമൃത്സറിലെ സുവർണക്ഷേത്രത്തെയും പഞ്ചാബ് നഗരങ്ങളെയും പാകിസ്ഥാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷിച്ചു എന്നതിന്റെ ഒരു പ്രകടനം തിങ്കളാഴ്ച സൈന്യം പ്രദർശിപ്പിച്ചു. സുവർണക്ഷേത്രം പോലുള്ള മതപരമായ സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ സ്ഥാപനങ്ങൾക്കൊപ്പം തങ്ങളുടെ സൈനിക സ്ഥാപനങ്ങളെയും ലക്ഷ്യമിടുന്ന പാകിസ്ഥാന്റെ നീക്കം ഇന്ത്യൻ സൈന്യം മുൻകൂട്ടി കണ്ടിരുന്നുവെന്ന് 15 ഇൻഫൻട്രി ഡിവിഷനിലെ GOC ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ കാർത്തിക് സി ശേഷാദ്രി പറഞ്ഞു. രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് സുവർണക്ഷേത്രം പോലുള്ള മതപരമായ സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ സ്ഥാപനങ്ങളും ലക്ഷ്യമിടുന്നത് പ്രധാന ലക്ഷ്യമായിരുന്നു. പാക് സൈന്യത്തിന് നിയമാനുസൃതമായ ലക്ഷ്യങ്ങൾ ഒന്നുമില്ല എന്ന് അറിയാമായിരുന്നതിനാൽ അവർ ഇന്ത്യൻ സൈനിക സ്ഥാപനങ്ങൾ, മതപരമായ സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ ലക്ഷ്യങ്ങൾ എന്നിവ ലക്ഷ്യമിടുന്നുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുവർണക്ഷേത്രമാണെന്ന് തോന്നി. സുവർണക്ഷേത്രത്തിന് സമഗ്രമായ വ്യോമ പ്രതിരോധ കുട നൽകുന്നതിനായി ഞങ്ങൾ കൂടുതൽ ആധുനിക വ്യോമ പ്രതിരോധ ഉപകരണങ്ങൾ സമാഹരിച്ചു, മേജർ ജനറൽ ശേഷാദ്രി പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയവും സ്വർണത്തിൽ പൊതിഞ്ഞതുമായ സുവർണക്ഷേത്രം ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഡ്രോണുകളും ദീർഘദൂര മിസൈലുകളും ഉൾപ്പെടെയുള്ള വ്യോമാക്രമണം നടത്തിയെന്നും അത്തരം സാഹചര്യങ്ങൾക്കും ആക്രമണങ്ങൾക്കും സജ്ജരായിരുന്ന സൈനികർ അതിനെ തടഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. മെയ് 8 പുലർച്ചെ ഇരുട്ടിന്റെ മറവിൽ പാകിസ്ഥാൻ ആളില്ലാ വ്യോമായുധങ്ങൾ, പ്രധാനമായും ഡ്രോണുകൾ, ദീർഘദൂര മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് ഒരു വലിയ വ്യോമാക്രമണം നടത്തി. ഇത് മുൻകൂട്ടി കണ്ടതിനാൽ ഞങ്ങൾ പൂർണ്ണമായും തയ്യാറായിരുന്നു. ഞങ്ങളുടെ ധീരരും ജാഗ്രതയുള്ളവരുമായ സൈനിക വ്യോമ പ്രതിരോധ ഗണ്ണർമാർ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ദുഷ്ട പദ്ധതികളെ പരാജയപ്പെടുത്തി. സുവർണക്ഷേത്രം ലക്ഷ്യമിട്ടുള്ള എല്ലാ ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ചു. അങ്ങനെ നമ്മുടെ വിശുദ്ധ സുവർണക്ഷേത്രത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ അനുവദിച്ചില്ല, മേജർ ജനറൽ ശേഷാദ്രി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അനന്തരഫലങ്ങൾ GOC 15 ഇൻഫൻട്രി ഡിവിഷൻ വിശദമായി വിശദീകരിച്ചു. ഇത് ഓപ്പറേഷൻ സിന്ദൂറിന് കാരണമായി. ഇന്ത്യ പാകിസ്ഥാൻ പ്രദേശത്തിനുള്ളിലെ 9 ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചു. അതിന്റെ ഫലമായി പാകിസ്ഥാൻ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് സായുധ സേന തികഞ്ഞ കൃത്യതയോടെ പല സ്ഥലങ്ങളെയും ലക്ഷ്യം വച്ചിരുന്നു എന്നും തീവ്രവാദ സംഘടനകളുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന മുരുദ്കെ, ബഹാവൽപൂർ തുടങ്ങിയ പ്രദേശങ്ങൾ ആക്രമിച്ചു എന്നും മേജർ ജനറൽ പറഞ്ഞു. ഈ 9 ലക്ഷ്യങ്ങളിൽ ലാഹോറിന് സമീപമുള്ള മുരുദ്കയിൽ ലഷ്കർ-ഇ-തോയ്ബ ആസ്ഥാനവും ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനവും ഉണ്ട്. ഇവയെല്ലാം വളരെ കൃത്യതയോടെയാണ് ആക്രമിച്ചത്, മേജർ ജനറൽ ശേഷാദ്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.